രാജ്യത്തിനു വേണ്ടി പ്രസ്ഥാനത്തിനു വേണ്ടിയൊക്കെ ജീവൻ വെടിയുന്നവരെയാണ് നമ്മൾ സാധാരണ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കുന്നവരും രക്തസാക്ഷികളാണോ? അങ്ങനെയുള്ളവരെയും CPM-ഉം DYFI-യും രക്തസാക്ഷികളാക്കും. ഇതാണ് ഇന്നത്തെ പ്രൈം സ്റ്റോറി. എങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്? യഥാർത്ഥ രക്തസാക്ഷികൾക്ക് എന്താണ് വില? ബോംബുണ്ടാക്കുന്നതിനിടെ മരിച്ചാൽ ആദ്യം തള്ളിപ്പറയും, പിന്നെ പതുക്കെ രക്തസാക്ഷികളാക്കി അംഗീകരിക്കും. അത് കഴിഞ്ഞാൽ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് രക്തസാക്ഷി സ്മാരകവും ഉണ്ടാക്കും. ഇതൊന്നും കൽപ്പിത കഥയല്ല, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്, നടന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു രക്തസാക്ഷിത്വ പ്രഖ്യാപനം ഇന്നലെ കണ്ണൂരിലുണ്ടായി. രക്തസാക്ഷിത്വം ഈ സമ്മേളനം മരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇന്നലെ DYFIയുടെ കണ്ണൂർ കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിൽ രക്തസാക്ഷിത്വ പ്രമേയം അവതരിപ്പിച്ചപ്പോഴാണ് ഷെറിൽ പെട്ടെന്ന് രക്തസാക്ഷിയായത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 5-നാണ് പാനൂർ മുളിയാന്തോടിൽ പണി നടക്കുന്ന വീട്ടിൽ ബോംബുണ്ടാക്കുന്നതിനിടെ അത് പൊട്ടി ഷെറിൽ മരിച്ചത്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ DYFI സമ്മേളനം ബോംബ് നിർമ്മിച്ച ആളെ ഇപ്പോൾ രക്തസാക്ഷിയാക്കി അംഗീകരിച്ചിരിക്കുന്നു. അന്ന് സംഭവമുണ്ടായപ്പോൾ DYFI-യും CPM-ഉം പറഞ്ഞത് ബോംബ് നിർമ്മാണവുമായി ഒരു ബന്ധവുമില്ലെന്നാണ്. പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കേണ്ടത്? പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. പാർട്ടി ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ്. ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങൾ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ബോംബുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബോംബില്ല. CPM-ന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. MV ഗോവിന്ദൻ പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ്. ഷെറിൽ CPM അംഗമായിരുന്നില്ല. പക്ഷേ DYFIക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? അന്ന് DYFIയും തള്ളിപ്പറയുകയാണ് ചെയ്തത്. ആ സംഭവത്തിൽ DYFI സംഘടനക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ DYFIയുടെ ചില പ്രാദേശിക പ്രവർത്തകരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ആ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾ ആ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തപ്പെട്ട ആളുകളാണ്. DYFI ഇത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന സംഘടനയല്ല. ഇനിയിപ്പോൾ ഈ ബോംബുണ്ടാക്കിയ സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട DYFIയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ബോംബ് പൊട്ടിയപ്പോൾ ഓടിക്കൂടിയവരാണോ ഇപ്പോൾ രക്തസാക്ഷി പട്ടികയിൽ എത്തിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവവുമല്ല, ഇതൊരു പതിവ് കാര്യമാണ് കണ്ണൂരിൽ. 2015 ജൂൺ 6-ന് പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജു, സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടു. പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞു. കണ്ണൂരിലെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധമുള്ളൊരു സംഭവമല്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ അക്കാര്യത്തിലില്ല. ആ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി സംഘർഷം നിലനിൽക്കില്ല. എല്ലാവരെയും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നടന്നത് ദുരൂഹതയാണ്. കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി പറഞ്ഞതൊക്കെ മാറ്റിവെച്ച് ഇരുവരെയും പാർട്ടി രക്തസാക്ഷി പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തി. P. ജയരാജന്റെ നേതൃത്വത്തിൽ പിരിവെടുത്ത് ചെറ്റക്കണ്ടിയിൽ സ്മാരകവും ഉണ്ടാക്കി. 2024 മെയ് 22-ന് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്മാരകം പാർട്ടിക്കാർക്ക് സമർപ്പിച്ചു. 9 വർഷമായി ഷൈജു, സുബീഷ് രക്തസാക്ഷി ദിനാചരണം ഈ നാട്ടിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിച്ചു വരികയാണ്. ചില വർഷങ്ങളിൽ രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ചരുമംഗലത്ത് ചീരു എന്ന ഒരു സ്ത്രീ ഷൈജുവിൻ്റെയും സുവീഷിൻ്റെയും മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6 അടി മണ്ണ് സൗജന്യമായി സംഭാവന നൽകിയ സ്ഥലത്താണ് ഇന്ന് ആ രക്തസാക്ഷികൾക്ക് സ്മാരകം നിർമ്മിച്ചത് എന്ന് ഞങ്ങൾക്കെതിരെ പേനയുന്തുകയും ചാനലുകളിൽ വാർത്ത കൊടുക്കുകയും ചെയ്യുന്നവർ ഓർക്കണം. തീർന്നില്ല, മറ്റൊരു സംഭവം കൂടി. 1999 ഒക്ടോബർ 1-ന് കതിരൂർ പുല്ലിയോട് CH നഗറിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി. V. സുരേഷ്,
BP പ്രദീപൻ എന്നിവർ മരിച്ചു. പിന്നീട് പാർട്ടി ഇവർക്കായി പുല്ലിയോട് CH നഗറിൽ സ്മാരകമുണ്ടാക്കി. CPM-ലും DYFI-യിലും രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ കണ്ടില്ലേ? CPM എന്തിനാണ് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? അതും ജനങ്ങളുടെ കൺമുന്നിൽ. ഇവരൊക്കെ പാർട്ടിക്ക് വേണ്ടിയല്ല ബോംബ് ഉണ്ടാക്കിയതെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ രക്തസാക്ഷികളാക്കി അംഗീകരിക്കുന്നത്? ബോംബുണ്ടാക്കുന്നതിനിടെ അത് പൊട്ടിമരിച്ചവരെയും നിങ്ങൾ രക്തസാക്ഷികളാക്കുമെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ടവർക്കും പോലീസിന്റെയും ജഡ്ജിമാരുടെയും ജന്മിമാരുടെയും മർദ്ദനമേറ്റ് മരിച്ചവർക്കും രാഷ്ട്രീയ എതിരാളികളാൽ കൊല്ലപ്പെട്ടവർക്കും എന്താണ് വില?